ഇപ്പോൾ പുലർച്ചെ 3 മണിയായിരിക്കുന്നു. 5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ഉണ്ടായിട്ട്. രാത്രി 10 മണിയോടെയാണ് അടിമാലി കൂമ്പൻപാറയിൽ ഈ ദുരന്തമുണ്ടായത്. മണ്ണിടിച്ചിലിൽപ്പെട്ടത് ഈ കുടുംബം. ഒരു വീട് മുഴുവനായി തകരുകയായിരുന്നു. 2 പേരാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. ദമ്പതികളാണ് ബിജുവും സന്ധ്യയും. 2 പേരെയും പുറത്തെത്തിക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് 5-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് നമ്മെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ബിജുവിനെ കാണുന്നത്. അത് എത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് ആ ദൗത്യസംഘത്തിൽ നിർവഹിക്കാനുള്ളത് എന്നുകൂടി ആ ദൃശ്യം വ്യക്തമാക്കുന്നുണ്ട്. കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലുകൾ കിടക്കുകയാണ്. അപ്പോൾ ഈ താഴേക്ക് വീണ് കിടക്കുന്ന ആ കോൺക്രീറ്റ് പാളികൾ ഉയർത്തണം. അത് മനുഷ്യർക്ക് അത്ര വേഗത്തിൽ അത് ഉയർത്തി മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലല്ല. വലിയ ഭാരമുണ്ട്. ആ വീണ് കിടക്കുന്ന കോൺക്രീറ്റ് പാളിക്ക് മുകളിൽ ഈ വലിയ കോൺക്രീറ്റ് പാളികൾ കൂട്ടത്തോടെ അവിടേക്ക് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് നീക്കം ചെയ്യുക എന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള ദൗത്യം അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാൽ കൃഷ്ണൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ലാൽ, ഇപ്പോൾ ബിജുവിൻ്റെ ദേഹത്തേക്ക് വീണ് കിടക്കുന്ന കോൺക്രീറ്റ് പാളികളൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഈ സന്ധ്യയെ അവിടെ നിന്ന് അല്പമെങ്കിലും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ലാൽ? ഉന്മേഷം പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായൊരു സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ ഹിറ്റാച്ചി ഇവിടെ എത്തിച്ചുകൊണ്ട്, വലിയ ഹിറ്റാച്ചിയൊക്കെയുള്ള യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ട് ദൗത്യം കൂടുതൽ ഊർജ്ജമാക്കാം എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് അല്ലാതെ തന്നെ ഏകദേശം അവർക്കടുത്തേക്ക് എത്തി എന്ന കാരണം കണ്ടെത്തിയതുകൊണ്ടാണ്. നേരത്തെ തന്നെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് നിന്നവർ നമ്മോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബീം അറുത്ത് മാറ്റം തോറും കൂടുതൽ കെട്ടിടം ഇരിക്കുന്ന അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതായത് കെട്ടിടം താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ട്. മാത്രമല്ല അതിൻ്റെ അപകട സാധ്യതയും ഏറി വരുന്നുണ്ട് എന്നതായിരുന്നു. പക്ഷെ അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഹിറ്റാച്ചി വിളിക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയും അല്ലാതെ തന്നെ ഇവിടെ വിജയകരമായി ഈ ദൗത്യം പൂർത്തിയാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അടക്കമുള്ള ആളുകളെ സജ്ജരാക്കി അടുത്തേക്ക് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ തൊട്ടടുത്ത് തന്നെ, നിലവിൽ സന്ധ്യയുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. താഴെ ഉണ്ടായിരുന്ന ആംബുലൻസ് നിലവിൽ വിളിച്ച് മുകളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി മറ്റ് വാഹനങ്ങൾ മാറ്റാൻ പറഞ്ഞു. ആംബുലൻസ് എത്രയും പെട്ടെന്ന് എത്തിക്കാവുന്ന ഏറ്റവും അടുത്തേക്ക് എത്തിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയത്. അതുകൂടാതെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റുക, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, കൊണ്ടുപോകുന്നതിനും മറ്റുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഡോക്ടർ പുറത്തുണ്ടായിരുന്ന ഡോക്ടറെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അകത്ത് ബാക്കി ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും പരിശോധനയും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടറെയും കൂടി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി പരിശോധന നടത്താനാണ്. ഇത് കൂടാതെ പുറത്തേക്ക് കൊണ്ടുപോരുന്ന സമയത്ത് മറ്റ് പരിക്കുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ സംവിധാനം കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ദൗത്യം ഏകദേശം പൂർത്തിയാകുന്നു എന്ന രീതിയിലാണ്. അതായത് സന്ധ്യയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യം ഏകദേശം പൂർത്തിയാകുന്നു എന്ന സൂചനകളാണ് നമുക്ക് നിലവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ബിജുവിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം ഏറ്റവും ഒടുവിൽ കണ്ട ദൃശ്യങ്ങളിൽ ഉള്ളത് ഈ സന്ധ്യയും ബിജുവും കുടുങ്ങിക്കിടക്കുന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ആ മുറിയിലെ ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യത്തിൽ വ്യക്തമാകുന്നത് ഇരുവരും തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇരുവരും അത്ര അടുത്താണ് എങ്കിൽ പോലും ഇവരുടെ ദേഹത്തേക്ക് വീണ് കിടക്കുന്ന ബീം പൂർണ്ണമായി എടുത്തു നീക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന കാര്യമായിരുന്നു. പക്ഷേ ആ ദൗത്യമടക്കം എന്ന കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ പൂർത്തിയായി പുറത്തോട്ട് വരുന്നുമില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തിൽ ആശങ്കയുടേതായ ആവശ്യമില്ല എന്നുള്ളതാണ്. ആംബുലൻസ് തൊട്ടടുത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.